വിജയദാസ് ചേട്ടനെ ഞാൻ പരിചയപ്പെടുന്നത് ഏതാണ്ട് 3 കൊല്ലത്തിന് മുമ്പാണ്. 3-4 കൊല്ലമായിട്ടുണ്ടാവും. അദ്ദേഹത്തിനെ യാദൃശ്ചികമായിട്ടാണ് ഞാൻ പരിചയപ്പെടുന്നത്. അന്ന് ശിവപ്രഭാകര സിദ്ധയോഗിയെക്കുറിച്ച് ഒരു പുസ്തകം എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ പല സ്ഥലങ്ങളിലും അദ്ദേഹവുമായിട്ട് നേരിട്ട് അദ്ദേഹത്തിനെ കണ്ടിട്ടുള്ള ആൾക്കാരെ തേടി നടക്കുന്ന ഒരു സമയമായിരുന്നു. ഞാൻ യാദൃശ്ചികമായിട്ടാണ് ഒരു വീട്ടിൽ വെച്ച് വിജയദാസ് ചേട്ടനെ കാണുന്നത്. അദ്ദേഹം അമേരിക്കയിലൊരു മിസിസിപ്പി എന്ന സ്ഥലത്ത് ഒരു റെസ്റ്റോറൻറ്റ് നടത്തുകയായിരുന്നു. ഞാൻ അവിടെ ചെന്ന സമയത്ത് അദ്ദേഹം അവധിക്ക് നാട്ടിലെത്തിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഞാൻ ചെന്ന വീട്ടിലെ ഗൃഹനാഥനെ തേടിയാണ് ഞാൻ ചെന്നത്. പക്ഷേ അവിടെ വെച്ച് പരിചയപ്പെട്ട ശ്രീ വിജയദാസുമായിട്ട് ഞാൻ വളരെയധികം സംസാരിക്കുകയും പിന്നീട് ഞങ്ങളുടെ ബന്ധം വളരെ നാൾ തുടരുകയും ചെയ്തു. അദ്ദേഹം ദൗർഭാഗ്യവശാൽ ഈ അടുത്ത കാലത്ത് അദ്ദേഹം മരണപ്പെട്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു അനുഭവമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം വളരെ വർഷങ്ങൾക്ക് മുമ്പ് പ്രഭാകര സിദ്ധയോഗിയെ പരിചയപ്പെടുന്നത്. അതിനു മുമ്പ് ഈ ശ്രീ വിജയദാസ് മാതാ അമൃതാനന്ദമയിയുടെ ഭക്തനായിരുന്നു. അങ്ങനെ ഒരു ദിവസം മാതാ അമൃതാനന്ദമയുമൊത്ത് ശ്രീ വിജയദാസ് ഒരു കാറിൽ, അന്നൊക്കെ മാതാ അമൃതാനന്ദമയി എനിക്ക് തോന്നുന്നത് അവർ വീടുകളിൽ പോയി ഭജന നടത്തുകയായിരുന്നു. അന്ന് ഇത്ര വലിയ പ്രശസ്തിയൊന്നും അവർക്കില്ലായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഓച്ചിറ പരബ്രഹ്മക്ഷേത്രത്തിന് മുന്നിൽ വെച്ചിട്ടാണ് ശ്രീ വിജയദാസ് പ്രഭാകര സിദ്ധയോഗിയെ കാണുന്നത്. അപ്പോൾ നമ്മുടെ ഈ അനുഭവ കഥ പറയുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോടുള്ള ഒരു അപേക്ഷ, നിങ്ങൾക്ക് ഈ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. ഇത്തരം ഒരുപാട് അനുഭവ കഥകൾ ഞാൻ അവതരിപ്പിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഞാൻ സമകാലിക രാഷ്ട്രീയവും സാമൂഹ്യ വിഷയങ്ങളെക്കുറിച്ചുമൊക്കെ ഞാൻ സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ ഉൾക്കാഴ്ചകളിലേക്ക് സ്വാഗതം. ഞാൻ ഹരികുമാർ. അപ്പോൾ നമുക്ക് വീണ്ടും ആ സംഭവത്തിലേക്ക് തിരിച്ചു പോകാം. ഓച്ചിറ വെച്ചിട്ടാണ് ഈ ശ്രീ വിജയദാസിൻ്റെ മനസ്സിൽ അമൃതാനന്ദമയിയോടൊപ്പം വരുന്ന സമയമാണ്. അദ്ദേഹം മാതാ അമൃതാനന്ദമയും മറ്റൊരു കാറിൽ മുന്നിൽ കുറച്ച് ശിഷ്യന്മാരുമൊത്ത് ശ്രീ വിജയദാസ് മറ്റൊരു കാറിൽ അവരെ പിന്തുടരുകയായിരുന്നു. അപ്പോൾ എവിടെയോ ഭജനയ്ക്ക് പോയിട്ട് തിരികെ എത്തുകയാണ്. അവിടെ വെച്ചിട്ട് മുൻപിലെ മാതാ അമൃതാനന്ദമയി സഞ്ചരിച്ചിരുന്ന കാർ നിൽക്കുന്നു. അവിടെ നിന്ന് ആ കാറിൽ നിന്ന് ഒരു സന്യാസി ഇറങ്ങി വന്നു. എന്നിട്ട് പുറകിൽ വന്ന കാറിൽ ഇരുന്ന വിജയദാസ് ഉൾപ്പെടുന്ന ആൾക്കാരോട് പറഞ്ഞു, നിങ്ങളിൽ ആർക്കോ പ്രഭാകരസ്വാമിയെ കാണാൻ താല്പര്യമുണ്ടെന്ന് അമ്മ പറയുന്നു. ആരാണെന്ന് വെച്ചാൽ ഇവിടെ ഇറങ്ങാം, അദ്ദേഹം ഇപ്പോഴിവിടെ വരും. അപ്പോൾ വിജയദാസ് ഒന്ന് ആലോചിച്ചു, ഇത് പറയണോ? കാരണം അമൃതാനന്ദമയ്യയുടെ കൂടെ പോയിട്ട് പ്രഭാകര സിദ്ധയോഗിയെ കാണണോ എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. എങ്കിലും അദ്ദേഹം ചോദിച്ച സ്ഥിതിക്ക് അദ്ദേഹം സത്യം പറഞ്ഞു, ഞാനാണ് കാണണമെന്ന് ആഗ്രഹിച്ചത്. എങ്കിൽ ഇവിടെ ഇറങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. അവരെ ഓച്ചിറ അമ്പലത്തിന് മുന്നിൽ വിജയദാസിനെ ഇറക്കി വിട്ടിട്ട് ഈ 2 കാറുകളും പോയി. അങ്ങനെ വിജയദാസ് അവിടെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ദൂരെ നിന്ന് പ്രഭാകര സിദ്ധയോഗി വരുന്നത് അദ്ദേഹം കാണുകയാണ്. അദ്ദേഹം കാത്തിരുന്നു. അടുത്തെത്തിയപ്പോൾ അദ്ദേഹം പോയി നമസ്കരിച്ചു, കാലിൽ വീണ് നമസ്കരിച്ചു. സ്വാമി ഇങ്ങനെ നോക്കി, അധികമൊന്നും സംസാരിച്ചില്ല. എന്തോ വിരൽ വെച്ച് ഇങ്ങനെ കണക്ക് കൂട്ടി. എന്നിട്ട് പറഞ്ഞു, 7749 എന്തോ ഒരു കണക്ക് പറഞ്ഞു, 49 എന്നൊരു കണക്ക് പറഞ്ഞു. എന്താണ് ഈ 49? ആർക്കും അറിഞ്ഞൂടാ. എന്തായാലും കണ്ട സന്തോഷത്തിൽ പിന്നെ തിരിച്ച് അദ്ദേഹം ഒറ്റയ്ക്ക് മാതാ അമൃതാനന്ദമയിയുടെ അടുത്ത് എത്തി. എന്നിട്ട് അവരോട് തന്നെ ചോദിച്ചു, ഞാൻ പ്രഭാകരസ്വാമിയെ കണ്ടപ്പോൾ 49 എന്നൊരു കണക്ക് പറഞ്ഞു, എന്താ അമ്മേ അത്? അപ്പോൾ അമൃതാനന്ദമയി ചിരിച്ചു. അത് മോനെ, ഞാനെങ്ങനെ പറയാനാണ്, അത് പ്രഭാകരസ്വാമിക്കല്ലേ പറയാൻ പറ്റൂ. പക്ഷേ അതിനുശേഷം അവരൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, ഒരുപക്ഷെ മോനെ നിൻ്റെ 49ാമത്തെ വയസ്സിൽ സംഭവിക്കാനിരിക്കുന്ന എന്തോ ഒരു കാര്യത്തെക്കുറിച്ചായിരിക്കും അദ്ദേഹം പറഞ്ഞത്. പിന്നെ മാത്രവുമല്ല, ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. അന്ന് ഈ 49 എന്ന കണക്ക് പറഞ്ഞിട്ട് പ്രഭാകര സിദ്ധയോഗി വിജയദാസിനോട് ചോദിച്ചു, ഓ നീ ആ കാളിയുടെ ഭക്തനാണല്ലേ എന്ന് ചോദിച്ചു. അതെ. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അമൃതാനന്ദമയെ ഉദ്ദേശിച്ചത്. കുഴപ്പമില്ല, വിടാതെ പിടിച്ചു, 49 കുഴപ്പമില്ലടാ, അത് കാര്യമൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയത്. അപ്പോൾ എന്തായാലും ശരി, ആ കുഴപ്പമില്ല എന്ന് പറഞ്ഞത് വിജയദാസിൻ്റെ മനസ്സിലൊരു ആശ്വാസമായിട്ട് കിടന്നു. ഈ കാലമൊക്കെ കഴിഞ്ഞു. അദ്ദേഹം അമൃതാനന്ദമയി ആശ്രമത്തിൽ നിന്നൊക്കെ വിട്ടു അമേരിക്കയ്ക്ക് പോയി. അമേരിക്കയിലെത്തി മിസിസിപ്പിയിൽ ഒരു റെസ്റ്റോറൻറ്റ് നടത്തുന്നു.
അങ്ങനെ ഇരിക്കെ 48-49 വയസ്സാകുന്ന കാലത്ത് ശ്രീ വിജയദാസിൻ്റെ ഇടത് കൈക്ക് ചലനശേഷി കുറവ് അനുഭവപ്പെടാൻ തുടങ്ങി. അദ്ദേഹത്തിനാകെ ഒരു ബുദ്ധിമുട്ടായി. അമേരിക്കയിൽ തന്നെ പല പ്രശസ്തരായ ഡോക്ടർമാർ ഹോസ്പിറ്റലുകളിലും കാണിച്ചു, രക്ഷയൊന്നുമില്ല. അപ്പോൾ ആരോ അദ്ദേഹത്തിനോട് പറഞ്ഞു, അങ്ങനെയെങ്കിൽ നാട്ടിൽ പോയി ആയുർവേദം നോക്കിക്കൂടെ? ശരി, അങ്ങനെ ആകട്ടെ എന്ന് കരുതി അദ്ദേഹം തിരികെ കേരളത്തിലെത്തി. അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ പഠിച്ച ഒരു ആയുർവേദ ഡോക്ടറെ സമീപിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഞാൻ ചികിത്സിക്കാം, പക്ഷേ താങ്കളുടെ രോഗം വെറും ഒരു ശാരീരിക ബുദ്ധിമുട്ട് മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നില്ല, മറ്റെന്തോ ഘടകങ്ങൾ അതിലുണ്ടാവാം. അതിനാൽ ഒരു കാര്യം ചെയ്യും, ഒന്ന് പ്രശ്നം വെച്ച് നോക്കൂ എന്ന് പറഞ്ഞു. ജ്യോതിഷത്തിലൊക്കെ വിശ്വസിക്കുന്ന ആളാണ് ശ്രീ വിജയദാസ്. അപ്പോൾ അദ്ദേഹം പ്രശ്നം വെച്ചു. പ്രശ്നകാരൻ പറഞ്ഞു, ഇത് മറ്റാരോ ചെയ്ത, അങ്ങേക്കെതിരെ ചെയ്ത ഒരു ക്ഷുദ്രകർമ്മത്തിൻ്റെ ഫലമാണ്. അതിന് പരിഹാരം കാണാതെ ഏത് ചികിത്സ നേടിയിട്ടും കാര്യമില്ല. അദ്ദേഹം പറഞ്ഞു, ഞാനതിൽ വിശ്വസിച്ചു. ഇപ്പം വ്യക്തിപരമായിട്ട് എന്നോട് ചോദിച്ചാൽ ഞാൻ അത്തരം കാര്യങ്ങളിൽ വിശ്വസിക്കുന്നില്ല. പക്ഷേ വിശ്വസിക്കുന്നത് തെറ്റാണെന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഓരോരുത്തർക്കും ഓരോ വിശ്വാസം, അങ്ങനെ ചിന്തിക്കുന്ന ആളാണ് ഞാൻ. എന്തായാലും ശരി. അപ്പോൾ ജ്യോതിഷനോട് അദ്ദേഹം ചോദിച്ചു, ആരെക്കൊണ്ട് ഞാൻ പൂജ ചെയ്യിക്കും? അപ്പോൾ ജ്യോതിഷൻ ഒരു പേര് പറഞ്ഞു. തമിഴ്നാട്ടിൽ തേനിയിൽ അവിടുത്തെ ഒരു മാർക്കറ്റിൽ കച്ചവടം നടത്തുന്ന ഒരാളുണ്ട്. അദ്ദേഹമാണ് ഈ പൂജ ചെയ്യാൻ പറ്റിയ ആൾ. അദ്ദേഹത്തിൻ്റെ പേരും വിലാസവും കൊടുത്തു. അങ്ങനെ വിജയദാസ് അദ്ദേഹത്തെ തേടി തേനിയിലെത്തുന്നു. അവിടെ ഈ മാർക്കറ്റിൽ എത്തി അദ്ദേഹത്തിനെ കുറിച്ച് അന്വേഷിച്ചു. അപ്പോൾ അദ്ദേഹം കണ്ടത് ദൂരെ ഒരു പച്ചമരുന്ന് കടയിൽ ഒരു വ്യക്തി ഇരിക്കുന്നു. അവിടെ പോയിട്ട് അദ്ദേഹത്തിനെ കണ്ടു. അദ്ദേഹം വലിയ തിരക്കിലാണ്, അവിടെ ഒരുപാട് കച്ചവടം നടക്കുന്ന സമയമാണ്. അദ്ദേഹം അകത്തേക്ക് വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞു, ഇങ്ങനെ സംസാരിച്ചില്ല, അകത്ത് കയറി ഇരിക്കാൻ പറഞ്ഞു. അവിടെ അകത്ത് കയറി ഇരിക്കാൻ കസേരയൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മുടെ വിജയദാസ് അകത്ത് കയറിയിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ, തിരക്കൊഴിഞ്ഞപ്പോൾ കടക്കാരനകത്തെത്തി. വിജയദാസ് അങ്ങോട്ട് പറയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ മുഴുവൻ പ്രശ്നങ്ങളെയും കടക്കാരൻ ഈ ഇദ്ദേഹത്തിനോട് തന്നെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞാൻ തന്നെ പൂജ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അദ്ദേഹം ഒരു ചാർട്ടുണ്ടാക്കി, ലിസ്റ്റുണ്ടാക്കി വിജയദാസിന് കൊടുത്തു. ഈ സാധന സാമഗ്രികളൊക്കെ താങ്കൾ വാങ്ങിച്ച് വീട്ടിൽ വെക്കുക, എൻ്റെ ദക്ഷിണയെക്കുറിച്ചൊന്നും താങ്കൾ വിഷമിക്കണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം നോക്കുമ്പോൾ ഈ ലിസ്റ്റിലെ സാധനങ്ങളൊന്നും അദ്ദേഹത്തിന് പരിചിതമല്ല, ആകെ വിഷമിച്ചിരുന്നു. അപ്പം കടക്കാരനോട് തന്നെ പറഞ്ഞു, എനിക്ക് ഇത്തരം സാധനങ്ങൾ എവിടെ നിന്ന് കിട്ടുമെന്നൊന്ന് പറഞ്ഞുകൂടാ, അതിനാൽ അങ്ങ് തന്നെ ഇതൊന്ന് കൊണ്ടുവന്നാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു. ശരി, ഞാൻ കൊണ്ടുവരാം എന്ന് ആൾ സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ പറഞ്ഞുറപ്പിച്ച ദിവസം അദ്ദേഹം ശ്രീ വിജയദാസിൻ്റെ വീട്ടിലെത്തി. ഒരു സായാഹ്നത്തിലാണ് അദ്ദേഹം എത്തുന്നത്. പൂജ തുടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു കാര്യം വിജയദാസിനോട് പറഞ്ഞു, ഞാൻ രാത്രി ഒരു 8 മണിയോടെ ആയിരിക്കും പൂജ തുടങ്ങുന്നത്. അതിനുശേഷം നിങ്ങളുടെ വീട്ടിലുള്ള കുടുംബാംഗങ്ങളെല്ലാം തന്നെ ഭക്ഷണം കഴിച്ചങ്ങ് ഉറങ്ങിക്കൊള്ളുക. താങ്കൾ മാത്രം എന്നോടൊപ്പം ഇവിടെ ഇരിക്കുക, ഉറങ്ങരുത്. പൂജ അങ്ങനെ പുരോഗമിച്ചു. ഏതാണ്ട് 12 മണിയോടെ പൂജ തീർന്നു. അപ്പോൾ പൂജാരി പറഞ്ഞു, ഞാൻ ഇനി ഉറങ്ങാൻ പോവുകയാണ്, പക്ഷെ താങ്കൾക്ക് ഉറങ്ങാനുള്ള സമയമായിട്ടില്ല. താങ്കൾ ഇവിടെ കാത്തിരിക്കുക. ഇവിടെ ഒരാളെത്തും, ഒരു സ്ത്രീ ആയിരിക്കും, ചുവന്ന പട്ടുസാരി ധരിച്ച് ചുവന്ന ബ്ലൗസ് ഇട്ട ഒരു സ്ത്രീ താങ്കളെ അന്വേഷിച്ചെത്തും. ഈ ഗേറ്റ് തുറന്ന് അവർ ഉള്ളിലേക്കെത്തും, താങ്കളെ വിളിക്കും. അപ്പോൾ അവർ ആവശ്യപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. അവർ തൃപ്തിപ്പെട്ടാൽ താങ്കളുടെ രോഗം മാറും. തൃപ്തിപ്പെട്ടില്ലെങ്കിൽ എനിക്ക് കൈകാര്യം ചെയ്യാവുന്നതിനപ്പുറത്തെ ഒരു ശക്തിയാണ് താങ്കൾക്കെതിരെയുള്ളത്. ഇവിടെ ഞാൻ നിസ്സഹായനാണ്, പിന്നീട് താങ്കൾ മറ്റാരെങ്കിലും അന്വേഷിക്കുക. ഇത് പറഞ്ഞ് പൂജാരി പെട്ടെന്ന് അദ്ദേഹത്തിന് അകത്തെ ഒരു മുറി കൊടുത്തിരുന്നു, അവിടെ പോയി കിടന്നുറങ്ങാൻ തുടങ്ങി. വിജയദാസ് അങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഓരോ മിനിറ്റും ഓരോ യുഗം പോലെയാണ് തോന്നിയത്. കാരണം ഈ രോഗം അപ്പോഴേക്കും ഏതാണ്ട് മൂർച്ഛിച്ചിരുന്നു. കൈ ഏതാണ്ട് പൊക്കാനാവാത്ത അവസ്ഥയിലേക്ക് എത്തി. മരവിപ്പ് കാലിലേക്കൂടെ ബാധിക്കുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നി തുടങ്ങിയിരുന്നു. അങ്ങനെ അർദ്ധരാത്രി കഴിഞ്ഞു, വെളുപ്പിനാവാറായി. അദ്ദേഹം പറയുന്നത് രാത്രി മുഴുവൻ അദ്ദേഹം ഈ രാത്രിയിൽ ഇറങ്ങുന്ന പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഒക്കെ ശബ്ദം ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഉറങ്ങാതെ. ഇടയ്ക്കിടയ്ക്ക് മുഖം കഴുകും.
അങ്ങനെ വെളുപ്പിന് ഏതാണ്ട് ഒരു 4 മണിക്ക് തൊട്ട് മുമ്പ് ഒരു 3:30 3:45 ആയി കാണും. അദ്ദേഹത്തിൻ്റെ ഗേറ്റ് തുറക്കുന്ന ശബ്ദം പോലെ അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം നോക്കിയപ്പോൾ ഈ പറഞ്ഞ ചുവന്ന പട്ടുടുത്ത ഒരു സ്ത്രീ നടന്നു വരുന്നു. പെട്ടെന്ന് അദ്ദേഹം പറയുന്നു, എനിക്ക് വല്ലാത്ത ഒരു വിറയലൊക്കെ വന്നു. ഞാൻ ആകെ പരിഭ്രാന്തനായി. ഒരു പക്ഷേ ദൈവം പോലെ ഒരാളാണ്. ദൈവത്തിനെ മുന്നിൽ കണ്ടാൽ നമുക്ക് എന്ത് സംഭവിക്കും? ഞാൻ അതുപോലെയൊക്കെയായി. ഇദ്ദേഹം പറയുന്നു, ഞാൻ എങ്ങനെയൊക്കെയോ നിരങ്ങിച്ചെന്ന് ഞാൻ വാതിൽ തുറക്കുന്നു. എൻ്റെ കൈവശം അവർക്ക് കൊടുക്കാൻ വേണ്ടി ഒരു കെട്ട് നോട്ടുണ്ടായിരുന്നു. ആ നോട്ടുകളൊക്കെ വാരി ഞാൻ അവരുടെ കൈവശം വരുന്ന ഭസ്മം നിറഞ്ഞൊരു പാത്രത്തിലേക്ക് ഇട്ടു. പക്ഷെ അവർ അതെല്ലാം നിഷേധിച്ചു. അവർ അതെല്ലാം തിരികെ എടുക്കാൻ കൈകൊണ്ട് ആവശ്യപ്പെട്ടു. അവരിതിനിടയ്ക്ക് ഒരു അക്ഷരവും മിണ്ടുന്നില്ല. പകരം അവർ ഒരു വിരൽ ഇങ്ങനെ ചൂണ്ടുവിരൽ ഉയർത്തി എന്ന് കാണിച്ചു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, എന്താണ് ഈ ഒന്നെന്ന സംഖ്യ ഒരു ദുരൂഹമാണ്. പെട്ടെന്ന് അദ്ദേഹത്തിന് ഓർമ്മ വന്നു, പഴയ കാലത്ത് അദ്ദേഹം അമേരിക്കയിൽ നിന്ന് വരുമ്പോൾ അദ്ദേഹത്തിനെ വിഷു സമയത്ത് അദ്ദേഹത്തിനെ കാണാനായിട്ട് ഒരുപാട് പേര് വരും. അന്നൊക്കെ അദ്ദേഹം വരുന്നവർക്കൊക്കെ ഒരു വെള്ളി നാണയം വിഷു കൈനീട്ടമായിട്ട് കൊടുക്കുമായിരുന്നു. ഒരുപക്ഷെ അതായിരിക്കാം എന്ന് വിചാരിച്ച് അദ്ദേഹം 1 രൂപ തൊട്ടെടുത്ത് ആ സ്ത്രീക്ക് കൊടുത്തു. അവരെ അനുഗ്രഹിക്കുന്ന രീതിയിൽ കൈ ഇങ്ങനെ വെച്ചിട്ട് അവർ നടന്നുപോയി. അദ്ദേഹം പറയുന്നത്, അവർ ഗേറ്റ് കടന്നതോടുകൂടി എൻ്റെ അതുവരെ ചലിപ്പിക്കാൻ പോലും പറ്റാതിരുന്ന കൈ ചലിപ്പിക്കാൻ എനിക്ക് പറ്റി. എൻ്റെ കാലുകളിലുണ്ടായിരുന്ന മരവിപ്പ് പൂർണ്ണമായിട്ട് മാറിയതുപോലെ എനിക്ക് തോന്നി. കൈയുടെ സ്തംഭനാവസ്ഥ പൂർണ്ണമായി മാറിയിട്ടില്ല, പക്ഷേ വലിയ വ്യത്യാസം വന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം പറയുന്നു, പിന്നീട് ആയുർവേദ ചികിത്സ കൊണ്ട് ഒരു 6 മാസം കൊണ്ട് അദ്ദേഹം പരിപൂർണമായിട്ട് രോഗവിമുക്തനായി. എന്തായിരിക്കും അദ്ദേഹത്തിന് സംഭവിച്ചത്? അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. കാളിയാണോ വന്നത്, എന്താണ് സംഭവിച്ചത് ഒന്നും അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. പക്ഷേ അദ്ദേഹം പറയുന്നത് ഇത് ജീവിതത്തിലെ ഒരു യാഥാർത്ഥ്യമാണ്. പ്രഭാകര സിദ്ധിയോഗി അദ്ദേഹത്തോട് മുൻകൂട്ടി അത് പറഞ്ഞിരുന്നതാണ്. മതാമൃതാനന്ദമയാണ് 49 എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വയസ്സ് ആയിരിക്കും എന്ന് സൂചിപ്പിച്ചത്. അത് അദ്ദേഹം പറഞ്ഞു, ശരിക്കും 49ാമത്തെ വയസ്സിൽ തന്നെയാണ് അദ്ദേഹത്തിന് അത് സംഭവിച്ചത്. അദ്ദേഹത്തിന് 60 63 വയസ്സുള്ളപ്പോഴാണ് മരിക്കുന്നതെന്നാണ് ഞാൻ ഓർക്കുന്നത്. എന്തായാലും അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. ഇപ്പോഴും ദുരൂഹമായ ഒരു കഥയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായിരിക്കാം സംഭവിച്ചത് നമുക്കറിഞ്ഞുകൂടാ. ഒരുപക്ഷെ വിശ്വാസത്തിൻ്റെ ശക്തി കൊണ്ടാണോ അദ്ദേഹം തൻ്റെ രോഗത്തിൽ നിന്ന് മുക്തനായത്? അതോ ഈ പറയുന്നത് പോലെ ശരിക്കും ആരെങ്കിലും ആഭിചാര പ്രയോഗം നടത്തിയതാണോ? ക്ഷുദ്രവും ആഭിചാരവും ഒക്കെ യാഥാർത്ഥ്യങ്ങളാണോ? ഒന്നും നമുക്കറിഞ്ഞുകൂടാ. എന്തായാലും അദ്ദേഹത്തിനെ പോലെ ഒരാൾ കള്ളം പറയും എന്ന് ഞാൻ കരുതുന്നില്ല. നമുക്കറിയാവുന്നതിലപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട് എന്ന ഒരു സൂചനയാണ് അദ്ദേഹത്തിൻ്റെ അനുഭവം നമുക്ക് നൽകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത അനുഭവ കഥയുമായി എത്തുന്നവരേക്കും നമസ്കാരം.